ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആണ്. ഇതുപോലെ എംബ്രോയിഡറി നെക്ക് വരുന്ന മെറ്റീരിയലിൽ എങ്ങനെയാണ് നെക്കിന്റെ ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നൈറ്റി തയ്ക്കാനൊന്നും ഒട്ടും അറിയാത്തവരാണെങ്കിലും എങ്ങനെയാണ് നൈറ്റി തയ്ക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് 3 മീറ്ററിന്റെ ഒരു ബിറ്റാണ്. ഇതിന്റെ ലെങ്ത് ഫുള്ളായിട്ട് എനിക്ക് വേണം. അതല്ലെങ്കിൽ നമ്മൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിന്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്തെടുക്കണം. അതായത് 54 നമ്മുടെ ലെങ്ത് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 55.5 നമ്മൾ എടുക്കണം. തുണി ഞാനിവിടെ 4 മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കായിരിക്കണം മടക്കുവശം. അതുപോലെ തന്നെ മേൽഭാഗത്തും മടക്കുവശമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ആദ്യം തന്നെ മേൽഭാഗത്ത് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് 7 ഇഞ്ച്. അവിടെ നിന്നും താഴേക്ക് ഞാൻ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നൈറ്റി ആയതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെയാണ് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യേണ്ടത്. 42 ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ അതിന്റെ 4 ഭാഗം കാണണം. അപ്പോൾ 10.5. അതിന്റെ കൂടെ ഞാൻ 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാം. നമ്മൾ ആം ഹോള് 7.5 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പകുതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ കർവ് വരുന്നത് നമ്മൾ ചെസ്റ്റിലേക്കാണ്. അങ്ങനെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഭാഗത്ത് നമുക്കൊരു ടൈറ്റ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഷോൾഡറിൽ നിന്നും താഴേക്ക് ഷേപ്പ് ലെങ്ത് എനിക്കിവിടെ വേണ്ടത് 14 ഇഞ്ചാണ്. കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. നമ്മൾ ചെസ്റ്റിന് താഴ്ഭാഗത്തായിട്ട് ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ ലെങ്ത് ആണ് ഷേപ്പ് ലെങ്ത്. ഇനി നമുക്ക് ഈ ഭാഗത്തെ വണ്ണം നോക്കണം. നമ്മൾ ചെസ്റ്റിനേക്കാളും കുറവായിരിക്കും ഈ ഭാഗത്ത്. അപ്പൊ 38 ഇഞ്ചാണ് വരുന്നത്. അതിന്റെ 4 ഭാഗം എടുക്കുക. അപ്പൊ 9.5. കൂടെ 1 ഇഞ്ച് ലൂസും ആഡ് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഹിപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. മേൽഭാഗത്ത് നിന്ന് 21.5 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്ത് 22 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തെ വണ്ണം നോക്കണം. 44 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ 4 ഭാഗം 11. കൂടെ 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ അറ്റത്തുനിന്ന് തന്നെ തുടങ്ങി മാർക്ക് ചെയ്യണം. ഞാൻ അവിടെ ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ടാണ് പകുതിയിൽ നിന്ന് മാർക്ക് ചെയ്ത് തുടങ്ങിയത്. ഇനി താഴ്ഭാഗത്തെ മാർക്കിംഗ് ആണ്. ആദ്യം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിൽ ഇതുപോലെ മേലേക്ക് 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പിന്റെ ആ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം തന്നെ ജോയിൻ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിന്റെ ഭാഗത്ത് നിന്ന് ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി മേൽഭാഗത്ത് ഇവിടെ ഒരു മടക്ക് വശമാണല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ബാലൻസ് വന്ന 2 പീസും ഞാൻ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. 2 പീസും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. മേൽഭാഗത്താണ് മടക്ക് വശം വരുന്നത്. അതാണ് നമ്മുടെ കൈയുടെ നീളം, അതായത് നമ്മുടെ ലെങ്ത് വരുന്നത് ആ ഭാഗത്താണ്. കൈ നീളം മാർക്ക് ചെയ്തിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. ഇനി ഇവിടുന്ന് താഴേക്കാണ് നമ്മളെ കൈയുടെ വണ്ണം വരുന്നത്. അതായത് നമ്മളെ ബോഡി പാർട്ടും സ്ലീവും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ റൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അതിന്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ആം ഹോൾ എടുത്തിട്ടില്ലേ 7.5 ഇഞ്ച്, അതിന്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. അതായത് 3 ഇഞ്ച് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ്. അപ്പോൾ 7.5യുടെ കൂടെ 3 ഇഞ്ച് കൂട്ടുമ്പോൾ 10.5 നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ആ ഭാഗത്ത് ഈ 10.5 വരുന്ന ഭാഗത്ത് തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് കൊടുത്താൽ മതി. 10.5യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പ് വരുന്നത്. ഇനി മേൽഭാഗത്ത് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിന്റെ താഴ്ഭാഗത്ത് റൗണ്ട് നോക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 9 ഇഞ്ചാണ്. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ ഭാഗത്ത് ഒരു ഷേപ്പ് മാർക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സ്ലീവും ഒരുമിച്ച് പിടിച്ചിട്ട് ഈ ഭാഗത്ത് സെന്റർ ഭാഗത്തായിട്ട് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ശേഷം ഞാൻ സ്ലീവിന്റെ ലെങ്ത് ഒരു 3 ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടി എടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാൻ നമുക്ക് വേണ്ട 2 മെഷർമെന്റ് നെക്കിന്റെ വിഡ്ത്തും നെക്കിന്റെ ലെങ്ത്തും ആണ്. ആദ്യം തന്നെ നമുക്ക് നെക്കിന്റെ വിഡ്ത്ത് നോക്കാം. ഞാനിവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ചാണ്. അപ്പൊ നെക്കിന്റെ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. ഇനി നെക്കിന്റെ ലെങ്ത്ത് നോക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വരുന്നത് 6.25 ഇഞ്ചാണ്. ഞാനിവിടെ ഈ ഫുൾ ലെങ്ത് 6.25 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ചെടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നെക്കിനേക്കാളും കുറച്ച് നീളവും വീതിയും ഉള്ള ക്യാൻവാസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാൻവാസിന്റെ ഷൈനിങ് ഉള്ള ഭാഗമാണ് നമ്മൾ തുണിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. റഫ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്യാൻവാസിനെ നെക്കിന്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഇപ്പൊ നമുക്ക് നമ്മുടെ നെക്കിന്റെ ഭാഗം തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൈനിലൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്കിന് ചുറ്റും മാർക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. ചുറ്റും നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം.
നമ്മൾ അളന്ന് നോക്കിയിട്ട് ചെയ്താലും എംബ്രോയിഡറിയിൽ എവിടെയെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ശേഷം നമുക്ക് നെക്കിന് ചുറ്റും ഓരോ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കാം. തുണിയുടെ മോശം വശത്താണ് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചുറ്റുമുള്ള 1/2 ഇഞ്ച് തുണി വെച്ചിട്ട് ബാക്കി തുണിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മടക്കി ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് മടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തും നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. നമുക്ക് ക്യാൻവാസ് വെച്ചു കൊടുക്കാം. ശ്രദ്ധിക്കണം, നമ്മൾ സെൻറ്റർ ഭാഗത്ത് തന്നെയാണോ വെച്ചിരിക്കുന്നത് നോക്കുക. അതിനുശേഷം നമുക്ക് ചുറ്റും പിൻകുത്തി കൊടുക്കാം. ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ തൊട്ടരികിലൂടെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ കൊള്ളരുത്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാൻവാസ് ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ച് നോക്കാം. നമ്മൾ ശരിക്കാണോ നെക്കിൻ്റെ അരികിലൂടെ തന്നെയാണോ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നെക്കിൻ്റെ അരികിലൂടെ തന്നെ നമ്മൾ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉൾഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് നെക്കിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ടിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ക്യാൻവാസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നഖം വെച്ചിട്ട് നമുക്ക് നെക്കിന് ചുറ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മേൽഭാഗത്തായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. രണ്ടാമതായിട്ട് നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹെം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് വിഡ്ത്ത് നമ്മൾ വന്നിരിക്കുന്നത് 3 ഇഞ്ചാണ്. എന്നാൽ ഞാനിത് ക്യാൻവാസ് വെച്ചല്ല ചെയ്യുന്നത്, ക്രോസ് പീസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2.25 എടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.25 ഇഞ്ച്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് വരച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ രണ്ടാക്കി മടക്കി പിടിക്കുക. അതിനുശേഷം നെക്കിന് ചുറ്റും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിന്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിന്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പാർട്ടിന്റെ നല്ല ഭാഗം ചേർത്ത് വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പാർട്ടിന്റെ നെക്കിൽ വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പാർട്ടിന്റെ ക്യാൻവാസ്, അതായത് നെക്കിന്റെ പോർഷൻ ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്ക് പാർട്ട് കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇതുപോലെ തന്നെ 2 സൈഡിലും ചെയ്യുക. ശേഷം നമുക്ക് പേൾ പിന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ 2 ഷോൾഡറും 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിലും എൻഡിലും കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഷോൾഡറിന്റെ 2 സൈഡിലെ എഡ്ജിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ബാക്ക് നെക്കിൽ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് സെന്ററിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്കും അതിനുശേഷം മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സ്ലീവിന് ലെങ്ത് കിട്ടിയിരിക്കുന്നത് 9 ഇഞ്ചാണ്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ സ്ലീവിന്റെ റൗണ്ട് നോക്കണം. അതിനുശേഷം അവിടെ നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും ജോയിൻ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നെക്ക് ഹെമ്മിങ് ചെയ്താലോ? എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സൂചിയും നൂലും ഇതുപോലെ നമുക്ക് കോർത്തെടുക്കാം, എന്നിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഉൾഭാഗത്താണ് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു അറ്റത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ സൂചി സൈഡിലായിട്ട് നമ്മുടെ ക്യാൻവാസിന്റെ അറ്റത്തായിട്ട് നമുക്ക് കുത്തിക്കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 2 വട്ടം തുന്നിയെടുക്കാം. ഇനി നമുക്ക് ഓരോ ഇഞ്ച് ഗ്യാപ്പിലും ഇതുപോലെ തുന്നിക്കൊടുക്കാം. ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം തുന്നിക്കൊടുക്കാനായിട്ട്. ക്യാൻവാസും താഴത്തെ ഭാഗവും തമ്മിൽ ഒരുമിച്ച് വെച്ച് വലിച്ചു പിടിച്ചിട്ട് നമുക്ക് തുന്നിക്കൊടുക്കാം. അധികം വലിച്ചു പിടിക്കരുത്. നമ്മൾ വലിച്ചു പിടിക്കുന്നത് ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ തുന്നലില് കെട്ടിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒന്നിടവിട്ട് 5ലും 5ാമത്തെ തുന്നലിലും 7ാമത്തെ തുന്നലിലൊക്കെ നമുക്ക് ഒരു കെട്ട് വീതം ഇട്ട് കൊടുക്കണം. ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ താഴ്ഭാഗവും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ചുളിവുകൾ ഇല്ലാതെ നോക്കണം. അതിനായിട്ട് ഇടയ്ക്കിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും ഹെം ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഹെമ്മിങ് കഴിഞ്ഞു. നെക്ക് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.